ഹലോ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നേരത്തെ തന്നെ പല പ്രൊമോയിലും ഒരുവിധം വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീഷ് വീട്ടിലെത്തുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ ഹരീഷും സുഭാഷേട്ടനും അതുപോലെ നികേഷും ഒക്കെ എത്തുകയാണ്. അപ്പോൾ അവരുടെ മുന്നിലും പല കള്ളത്തരങ്ങളും ഒക്കെ ആയിട്ട് നിധിയുടെ അച്ഛൻ രാജീവ് മേനോനും അതുപോലെ തന്നെ ആങ്ങള അരുണുമൊക്കെ പല രീതിയിൽ അഭിനയങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം ആ ഒരു ഡ്രാമ കളിച്ചിട്ട് ആ ഒരു കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് അവരിതിനൊന്നും പിന്നിലില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ അതൊന്നും സുധീഷ് മുൻപേ കാണിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് കണ്ടീഷനിൽ, അതായത് സ്വർണവും ആ ഒരു പണവും എവിടെ നിന്നൊക്കെ പറഞ്ഞ് അരുണിൻ്റെ ലക്ഷണം മാറും, ആ ഒരു കണ്ടീഷനിലേക്കാണ് ഹരി എത്തുന്നത്. അതുപോലെ തന്നെ ഒപ്പം ആ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു. ഗുണ്ട വന്ന് കാര്യങ്ങളൊക്കെ വിവരിക്കുന്നു. ഇങ്ങനെയാണ് സുധീഷിനെ തട്ടിക്കൊണ്ട് പോയതെന്നും അത് ആര് പറഞ്ഞിട്ടാണ്, അതായത് രാജീവ് മേനോൻ പറഞ്ഞിട്ടാണെന്നും ഒക്കെ ഉള്ള വിവരങ്ങൾ ഹരീഷ് അവിടെ ബോധ്യപ്പെടുത്തുന്നു. ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതെല്ലാം സവിസ്തരം അവിടെ വിവരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. അവിടുന്ന് അപ്പോൾ നിധിയുടെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണോ, നിങ്ങളെൻ്റെ അച്ഛനാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ക്രൂരനാവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ പറയണം. എന്നിട്ട് സുധീഷിൻ്റെ അടുത്തും അതുപോലെ തന്നെ സുഭാഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തൊക്കെ നിധി മാപ്പ് പറയുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ അവർ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു, പൊറുക്കണം എന്നൊക്കെ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്, മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, മോൾ വിഷമിക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടുന്ന് ആ ഒരു നല്ല ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത്, കാര്യങ്ങളൊക്കെ അവതരിക്കുന്ന സമയത്ത് ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഇവരോട് എന്തിന് ഇത്ര മര്യാദയായിട്ട് സംസാരിക്കുന്നു, ഇച്ചിരി കൂടെ താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ സുധീഷ് ചേട്ടൻ്റെ ബോഡിയുമായിട്ട് ഇവിടെ വരേണ്ടി വന്നേനെ. അപ്പോൾ ഇത് ഇത്രയൊന്നും മര്യാദ കാണിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നിധി അകത്തിരിയുന്നതും. അവിടുന്ന് അതുപോലെ നിധിയുടെ അമ്മയും ഒക്കെ ഇവരോടൊപ്പം ചേർന്നുകൊണ്ടാണ്, ആ ഒരു സഹോദരൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർന്നുകൊണ്ടാണ് നിധിയെ പറ്റിക്കുന്നത്. അവിടുന്ന് ആ ഒരു ദേഷ്യത്തിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അപ്പോഴേ അവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ സുധീഷും സുഭാഷും നികേഷും ഹരീഷും ഒരുമിച്ച് അവിടുത്തെ കാറിൽ തന്നെ ഇറങ്ങുന്നു. അതിനുശേഷം വഴിയിൽ വെച്ചിട്ട് ചില രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ചേട്ടാ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് അപമാനം സഹിച്ചു, അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, മോളെ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വളരെ സങ്കടത്തോടും സ്നേഹത്തോടും കൂടി ഇത് കാണുമ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ ഇച്ചിരി സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. കാരണം നിധിയുടെ മനസ്സിൽ തന്നോട് ഇത്തിരി സ്നേഹവും ഒക്കെ ഉണ്ടെന്ന്, കരുതലും ഒക്കെ ഉണ്ടെന്ന് തനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവിടുന്ന് അവർ യാത്ര തിരിക്കുകയാണ്. നേരെ വരുന്നത് ഇവിടെ സുഭാഷിൻ്റെ, നമ്മുടെ സുധീഷിൻ്റെയൊക്കെ വീട്ടിലേക്കാണ്. അവിടേക്ക് സന്തോഷകരമായിട്ട് അവർ വന്നു ചേരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണുന്നത്. അതിനുശേഷം നിധിക്ക് ഒരു പല ഇൻ്റർവ്യൂസിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് സുധീഷ്. അതുപോലെ തന്നെ അവിടെ ഒരു ജോലി ശരിയാവുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് അവർ ജീവിക്കുന്ന നല്ല കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കാറ്റത്തെ കിളിക്കൂട് മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ എപ്പിസോഡിലും പുതിയ ഓരോ പുത്തൻ കിടിലൻ രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ വരാനായിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ ഒരു പുതിയ കുഞ്ഞു ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രൊമോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.